ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മലയാളിക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഭൂമികയാണ് ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് നിരവധി വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി സംവിധാനമാണ് എന്ന് നമുക്കറിയാം. CPM-ന് വലിയ തോതിൽ അടിവേരുണ്ടായിരുന്ന ഒരു മണ്ണാണ് ബംഗാളിലേത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലേത് തന്നെയാണ്. പക്ഷേ കേരളത്തിന് വിപരീതമായി അവിടെ തുടർച്ചയായി നിരവധി വർഷങ്ങളിൽ ഏതാണ്ട് 29 കൊല്ലത്തോളം CPM അവിടെ ഭരിച്ചിരുന്നു എന്ന് നമുക്കറിയാം. ആദ്യം ജ്യോതി ബസുവും പിന്നീട് ബുദ്ധദേവ് ഭട്ടാചാര്യയും അടക്കമുള്ള മുഖ്യമന്ത്രിമാരൊക്കെ അവിടെ ഭരിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം CPM തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ വീണ്ടും ഇവിടെ പിണറായി വിജയൻ്റെ ഭരണം മുന്നോട്ട് പോകുമ്പോഴൊക്കെ ആളുകൾ പറയുന്നത് ഇത് ബംഗാളിലേതുപോലെ തകർന്നടിയും, അത് കണ്ട് ബംഗാളിലേക്കുള്ള ദൂരം പലപ്പോഴും കുറയുകയാണ് ഈ പാർട്ടി എന്നൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയം നമുക്ക് വളരെ പരിചിതമാണ്, നമ്മളിവിടെ നിരന്തരമായി ചർച്ച ചെയ്യുന്നതാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് വിട്ടു പോന്നിട്ടുള്ള മമതാ ബാനർജി എന്ന് പറയുന്ന ഒരു നേതാവാണ് ഇപ്പോഴത്തെ അവിടെ മുഖ്യമന്ത്രി. അവർ വന്നൊരു പാർട്ടി രൂപീകരിക്കുകയും തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കുകയും അതിന് അഭൂതപൂർവമായിട്ടുള്ളൊരു വളർച്ച ഉണ്ടാവുകയും BJP-യെ ആ സംസ്ഥാനത്ത് പ്രതിരോധിക്കുന്നതിൽ വലിയ തോതിൽ വീറും വാശിയോടും കൂടി മുന്നിൽ നിന്നിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കൂടിയാണ് മമതാ ബാനർജി എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ കോൺഗ്രസ്സുകാർക്കും CPM-നും ഒക്കെ വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്സാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ ഇവിടെയുള്ള PV അൻവർ അദ്ദേഹത്തിന് ഇപ്പോൾ DMK-യിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവേശനം സാധ്യമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഘടന ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സംഘടന, അവരിപ്പോൾ ഒരു അഫിലിയേഷന് വേണ്ടി ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ചേരാൻ വേണ്ടി ശ്രമിക്കുന്നത് തൃണമൂൽ കോൺഗ്രസുമായിട്ട് ചേർന്നാണ്. അത് തീർച്ചയായിട്ടും കേരളത്തിലെ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കുമെന്ന് PV അൻവറിന് അറിയാവുന്നത് കൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരുടെ ഡെറിക് ഒബ്രൈനുമായിട്ടും സുസ്മിതാ ദേവ് എന്ന് പറയുന്ന ഈ 2 MP-മാരായിട്ടും ഒക്കെ ചർച്ച നടത്തി. സുസ്മിതാ ദേവ് എന്ന് പറയുന്നത് നേരത്തെ മഹിളാ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റ് ആയിരുന്നു. അവർ ആസാമിൽ നിന്നാണ്, ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവാണ്. അപ്പോൾ ഇവരുമൊക്കെ ആയിട്ട് ചർച്ച നടത്തിയത്. അപ്പോൾ ഈ ചർച്ചകൾ നടത്തുമ്പോൾ PV അൻവർ പോലും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടുള്ള ഏറ്റവും അതിശക്തമായിട്ടുള്ളൊരു നേതാവാണ് മമതാ ബാനർജി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ശരിയാണ്. ഒരു DMK-യുടെ സ്റ്റാലിനോ അല്ലെങ്കിൽ അതിനേക്കാൾ വീറോടും വാശിയോടും കൂടി പലപ്പോഴും BJP-യെ നേരിട്ടിട്ടുള്ള ഒരു നേതാവാണ് മമതാ ബാനർജി എന്ന് പറയുന്നത്. അതിൽ ഈ സമയം വരെ അവർ വലിയ തോതിൽ വിജയിച്ചിട്ടുമുണ്ട്. ബംഗാളിൽ പോലും അതിനെ തടഞ്ഞു നിർത്താനും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഇടിവ് അവർക്ക് സംഭവിക്കുമെന്ന് എല്ലാവരും പ്രവചിച്ചിട്ടും അതൊന്നും ഉണ്ടാവാതെ അവിടെ സ്വന്തം പാർട്ടിയെയും BJP-യെ തകർക്കാനും ഒക്കെ അവർക്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാധ്യതകളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന അവരുടെ തന്നെ നാഷണലി അറിയപ്പെടുന്ന രണ്ടാമത്തെ നേതാവാണ് മഹുവ മൊയ്ത്ര എന്ന് പറയുന്നത്. നമ്മുടെ ചാനലിൽ തന്നെ പലപ്പോഴും അവരുടെ പ്രസംഗങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കഴിഞ്ഞിട്ട് മഹുവ മൊയ്ത്രയുടെ പ്രസംഗവും ഒക്കെ തന്നെ നാഷണൽ മീഡിയകളടക്കം ചർച്ച ചെയ്തിരുന്നു. കാരണം ചാട്ടുളി പോലെയുള്ള വാക്കുകൾ കൊണ്ട് BJP-ക്ക് വലിയ തോതിലുള്ള തലവേദന സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു നേതാവാണ് മഹുവ മൊയ്ത്ര എന്ന് പറയുന്നത്. അവർ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. നമ്മുടെ ശശി തരൂർ MP ആയിട്ടുള്ള ചില ഫോട്ടോകളുമൊക്കെ തന്നെ ആളുകൾക്ക് വലിയ രസകരമായി തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഗ്ലാമർ താരം കൂടിയാണ് മഹുവ മൊയ്ത്ര എന്ന് പറയുന്നത്. ഈ മഹുവ മൊയ്ത്ര ഒരുപക്ഷെ BJP-യിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്ന് പറയുന്ന സംശയം പോലും നാഷണൽ മീഡിയകൾ ഇപ്പോൾ ഉയർത്തുന്നു. അതിൻ്റെ കാരണം അവർക്ക് നേരെ വന്നിട്ടുള്ള ആ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ വന്നിട്ടുള്ള വലിയ തോതിലുള്ള ചില പ്രശ്നങ്ങളാണ്. അവർക്ക് നേരെയുള്ള ഒരു പടയൊരുക്കം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ അവർ മത്സരിച്ച് ജയിച്ചിട്ടുള്ള മണ്ഡലം കഴിഞ്ഞ 2 തവണയും കൃഷ്ണനഗർ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ആ കൃഷ്ണനഗറിലുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ആ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 MLA-മാരും ഇവർക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നു. ആ പരാതിയുമായിട്ട് വന്നിട്ടുള്ളത് ഇവരിപ്പോൾ അവിടുത്തെ ജില്ലാ പ്രസിഡൻ്റാണ്. അതായത് നാദിയ ഉത്തർ ഓർഗനൈസേഷണൽ ഡിസ്ട്രിക്ട് പ്രസിഡൻ്റാണ് ഇവർ. അതായത് നാദിയ ഉത്തർ എന്ന് പറയുന്ന ജില്ലയുടെ ഡിസ്ട്രിക്ട് പ്രസിഡൻ്റാണ്. ആ ഡിസ്ട്രിക്ട് പ്രസിഡൻ്റ് ആകുന്നത് മാത്രമല്ല, ഇവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള 5 MLA-മാരാണ്, 2 പേർ അതിനകത്ത് ഒപ്പിട്ടിട്ടുള്ള 5 MLA-മാരാണ് ഇവർക്കെതിരെ പരാതിയായിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ ഇവരുടെ അതേ ജില്ല, ഇവർ ജില്ലാ പ്രസിഡൻ്റ് ആയിട്ടുള്ള അതേ ജില്ലയിലെ തന്നെ മറ്റൊരു MLA കൂടി ഇവർക്കെതിരെ വന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 6 പേര് ഒപ്പിട്ടിട്ടുള്ള പരാതികളാണ് സുബ്രത ബക്ഷി എന്ന് പറയുന്ന അവരുടെ പ്രസിഡൻറ്റിന്, അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻറ്റിനും കൂടാതെ തൃണമൂൽ കോൺഗ്രസിൻ്റെ എല്ലാമായിട്ടുള്ള മമതാ ബാനർജിക്കും അവർ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി കൊടുത്തിട്ടുള്ള 6 MLA-മാർ ഇവരൊക്കെയാണ്. ആദ്യത്തേത് കലോൽ ഖാൻ. അദ്ദേഹം നക്കാസിപ്പാറ എന്ന് പറയുന്ന അസംബ്ലി നിയോജക മണ്ഡലത്തിൽ, അതായത് നേരത്തെ പറഞ്ഞ ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് അകത്ത് തന്നെയുള്ള ഒരാളാണ്. രണ്ടാമത്തേത് ഉജ്ജൽ ബിശ്വാസ് എന്നുള്ളതാണ്. കൃഷ്ണനഗർ സൗത്തിലെ MLA ആണ്.
കൂടാതെ റഹ്മാനുർ റഹ്മാൻ ചാപ്ര MLA ആണ്. പിന്നെ നസ്രത്തുൽ അഹമ്മദ് കലിഗഞ്ച് MLA ആണ്. കൂടാതെ മാലിക് ഭട്ടാചാര്യ എന്ന് പറയുന്ന പലാശിപ്പാറയിലെ MLA ആണ്. ഈ പലാശിപ്പാറയിലെ MLAക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം ഇപ്പോൾ ബെയിൽ കിട്ടി, ജാമ്യം കിട്ടി പുറത്തേക്ക് വന്നിട്ടേ ഉള്ളൂ. ഒരു ജോലി സംബന്ധമായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് സ്കാമുമായി ബന്ധപ്പെട്ട്, തട്ടിപ്പുമായി ബന്ധപ്പെട്ട്, ക്യാഷ് ഫോർ ജോബ് എന്ന് പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വലിയ അറസ്റ്റിലായിരുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് വന്നിട്ടേ ഉള്ളൂ. പിന്നെ അടുത്തത് ഈ ഇവരുടെ ലോക്സഭാ മണ്ഡലത്തിനകത്തല്ലെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞ ഇവരുടെ അതേ ജില്ലയിൽ, ഇവർ ജില്ലാ പ്രസിഡൻ്റ് ആയിരിക്കുന്ന അതേ ജില്ലയിൽ പെടുന്ന MLA ആണ്. അദ്ദേഹത്തിൻ്റെ പേര് ബിമലേന്ദു സിൻഹ റോയ് എന്നുള്ളതാണ്. കരിംപൂറിലെ MLA ആണ്. അത് കൃഷ്ണനഗർ മണ്ഡലത്തിൽ നിന്നല്ല, പക്ഷേ ഇവരുടെ ജില്ലാ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ കൂടി ജില്ലാ പ്രസിഡൻ്റാണ് നമ്മുടെ ഈ പറയുന്ന മഹുവ മൊയ്ത്ര. അവരുടെ ജില്ലാ പഞ്ചായത്ത് ജില്ലാ പ്രസിഡൻ്റാണ്. അതായത് TMCയുടെ അവിടുത്തെ ജില്ലാ പ്രസിഡൻ്റാണ്. അപ്പോൾ ഇവർക്കെതിരെയാണ് ഈ 6 MLAമാർ പരാതി കൊടുത്തിട്ടുള്ളത്. ഇനി പരാതി കൊടുക്കാത്ത 2 MLAമാർ കൂടി കൃഷ്ണനഗറിലുണ്ട്. അവരെ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് പരാതിയിലെ കണ്ടന്റ് എന്താണെന്നതിലേക്ക് പോവാം. അതിൽ പരാതിയിലേക്ക് വരാത്ത ഒരു MLA എന്ന് പറയുന്നത് തപസ് സാഹ എന്ന് പറയുന്ന ഒരു MLA ആണ്. അദ്ദേഹം ടെഹാറ്റ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MLA ആണ്. ആ മണ്ഡലത്തിലെ MLA ആണ്. ഇപ്പോൾ പക്ഷേ അദ്ദേഹം CBIയുടെ സ്കാനറിലാണുള്ളത്. കാരണം സ്കൂളിൽ ചില ജോലികൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം CBIയുടെ സ്കാനറിലാണ്. ഇനി രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് മുകുൾ റോയിയാണ്. മുകുൾ റോയിയെ ഇപ്പോഴും അവിടുത്തെ പാർട്ടി കണക്ക് കൂട്ടുന്നത് BJPയിൽ നിന്ന് ഇങ്ങോട്ട് മാറി വന്നിട്ടുള്ള ഒരു MLA എന്നുള്ള നിലക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം വലിയ പ്രാധാന്യമില്ലാത്തതുകൊണ്ട് ഈ 2 MLAമാരെയും ഈ 6 പേർ, അതായത് ഇതിൽ ഒപ്പിട്ടിട്ടുള്ള 6 MLAമാരെയും ഞങ്ങൾ സമീപിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമീപിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർ കൂടി ഈ പരാതിയിൽ ഒപ്പിടുമായിരുന്നു എന്ന് പറയുന്ന ഒരു ധ്വനിയാണ് PTIക്കടക്കം നിരവധി വാർത്താ ഏജൻസികൾക്ക് കൊടുത്തേക്കണ ഇൻ്റർവ്യൂകളിൽ ഇതിൽപ്പെടുന്ന ചില MLAമാർ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. പരാതി മുഴുവനുമായി പുറത്തേക്ക് വിടാനായിട്ട് ഈ MLAമാർ തയ്യാറായിട്ടില്ലെങ്കിലും നിരവധി വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ ഏകപക്ഷീയമായ സ്വേച്ഛാധിപരമായ തീരുമാനങ്ങളാണ് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് നമ്മുടെ മഹുവ മൊയ്ത്ര എടുക്കുന്നത് എന്നാണ് ഒന്നാമത്തെ ആരോപണം. അതിനവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഈ പാർട്ടിയുടെ അണികളിലൊക്കെ തന്നെ, അധികാര സ്ഥാനങ്ങളിലൊക്കെ തന്നെ ആരോടും ചോദിക്കാതെ, ഒരു MLAയോട് പോലും കൺസൾട്ട് ചെയ്യാതെ ഒരു റീഷഫിൾ അവർ നടത്തി. അങ്ങനെ അവർ 3 ബ്ലോക്ക് പ്രസിഡന്റുമാരെ മാറ്റി. കൂടാതെ അഞ്ചൽ പ്രസിഡന്റുമാർ എന്ന് പറഞ്ഞാൽ മേഖലാ പ്രസിഡന്റുമാരായിട്ടുള്ള 16 പേരെ മാറ്റി. കൂടാതെ ബൂത്ത് പ്രസിഡൻ്റായിട്ടുള്ള 116 പേരെ മാറ്റി എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന പ്രശ്നം. കൂടാതെ ഇവരുടെ എല്ലാ പരിപാടികളിൽ, ഈ കൃഷ്ണനഗറിലെ പരിപാടികളിൽ MLAമാരെയൊക്കെ തീർത്തും അവഗണിക്കുന്നൊരു കാഴ്ചയാണുള്ളതെന്നും, കൂടാതെ അവിടെയുള്ള ആൻറ്റി സോഷ്യൽ എലിമെൻസിനൊക്കെ വലിയ പ്രാധാന്യം ഈ പറയുന്ന MP-യുടെ ചില പരിപാടികളിൽ കിട്ടുന്നുവെന്നും, MP തന്നെ ഈ MLAമാരെയൊക്കെ ഇതൊക്കെ ആൻറ്റി സോഷ്യൽ എലിമെൻസ് ആണെന്നും ഇവരൊന്നും ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്നും അവിടുത്തെ പാർട്ടി ഭാരവാഹികൾക്കെല്ലാം തന്നെ അടുത്ത തവണ ഈ MLAമാരെയൊക്കെ മാറ്റും എന്ന് പറയുന്ന ഒരുറപ്പ് കൂടി കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്വന്തം സ്ഥാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി മഹുവ മൊയ്ത്രക്കെതിരെ ഇനി പടയൊരുക്കം നടത്തലല്ലാതെ വേറെ നിവർത്തിയില്ല എന്നുകൂടി കണ്ടുകൊണ്ടാണ് ഈ MLAമാരെല്ലാവരും തന്നെ നേരത്തെ പറഞ്ഞ സുബ്രത ബക്ഷിക്കും അതിനേക്കാൾ കൂടുതൽ TMCയുടെ എല്ലാമായ അവസാന വാക്കായിട്ടുള്ള മമതാ ബാനർജിക്കും ഇവർ പരാതി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതെല്ലാം കൊണ്ട് തന്നെ ഈ പറയുന്ന മഹുവ മൊയ്ത്രയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നാഷണൽ ലെവലിൽ അവർ ഇമേജൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, അതായത് ആ ജില്ലയിൽ തന്നെ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ, അതായത് 2016-നേക്കാളും 2021-നേക്കാളും ഒക്കെ 12% വോട്ടുകളിൽ 2021 തന്നെ വലിയ കുറവുണ്ടായി എന്നുള്ളതാണ് അവർ പറഞ്ഞേക്കുന്നത്. കൂടാതെ അവർ പറയുന്നൊരു കാര്യം, യാതൊരു വിധ ഫോണിലോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിലോ ഒന്നും തന്നെ മഹുവ മൊയ്ത്രയെ നേരിട്ട് കാണാനോ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ആശയങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ടോ ഒന്നും കിട്ടുന്നില്ല. ഒരു പരാതി പറയാൻ പോലും സാധ്യമല്ല. കാരണം മഹാഭൂരിപക്ഷം സമയവും ഇവർ ഡൽഹിയിലാണ് എന്നൊരു പരാതിയാണ് ഈ MLAമാർ വളരെ വിശദമായി ഉന്നയിക്കുന്നത്. പക്ഷെ നമ്മൾ അറിയേണ്ടത്, ഇതാദ്യമായിട്ടല്ല മഹുവ മൊയ്ത്രക്കെതിരെ ഇത്തരത്തിൽ ഒരു പാർട്ടിക്കകത്ത് തന്നെയുള്ള പടയൊരുക്കം ഉണ്ടാകുന്നത്, ആദ്യമായിട്ടല്ല. 2019 ഇവരെ ജില്ലാ പ്രസിഡൻ്റായി നോമിനേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കകത്തുണ്ടാകുകയും 2021 തന്നെ പാർട്ടിക്ക്, അതായത് മമതാ ബാനർജിക്ക് ഇവരെ ആ പോസ്റ്റിൽ നിന്നും മാറ്റുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് വീണ്ടും മഹുവ മൊയ്ത്രയ്ക്ക് ഈ പോസ്റ്റിലേക്ക് കിട്ടുന്നത് 2023-ലാണ്. 2023 നമുക്കറിയാം മറ്റേ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി, അതായത് അദാനിക്കെതിരെ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി മറ്റൊരു വ്യവസായിയിൽ നിന്ന്
പണം മേടിച്ചുവെന്നും അവരുടെ കയ്യിൽ നിന്ന് ചില സമ്മാനങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടെന്നും അവരുടെ കാറിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നൊക്കെയുള്ള വലിയ വിവാദങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. ആ വിവാദങ്ങളുടെ സമയത്ത് 2023 വീണ്ടും മഹുവ മൊയ്ത്രയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തെല്ലാം തന്നെ മമതാ ബാനർജിയും അതുപോലെ തന്നെ അഭിഷേക് ബാനർജി, അതിൻ്റെ ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള ഈ പറയുന്ന മമതാ ബാനർജി ബന്ധുവും കൂടിയായിട്ടുള്ള അദ്ദേഹം തന്നെ വളരെ ഓപ്പണായി വന്ന് മഹുവ മൊയ്ത്രയെ സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ടായിട്ടുണ്ട്. 2023 മഹുവ മൊയ്ത്രക്കെതിരെ വലിയ തോതിലുള്ള പടയൊരുക്കമുണ്ടാവുകയും BJPയുടെ ഭാഗത്തുനിന്ന് പാർലമെൻറ്റിൽ നിന്ന് എക്സ്പെൽ ചെയ്യപ്പെടുകയും ഈ പറയുന്ന ചോദ്യം ചോദിക്കുന്നതിന് പണം മേടിച്ചു എന്ന് പറയുന്ന ഒരു വിവാദമുണ്ടാവുകയൊക്കെ ചെയ്തപ്പോഴും പാർട്ടിക്കകത്ത് ചില പ്രശ്നങ്ങളുണ്ടായപ്പോഴും മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും അടക്കമുള്ള ആളുകൾ പുറത്ത് വന്ന് ഓപ്പണായിട്ട് തന്നെ ഈ പറയുന്ന മഹുവ മൊയ്ത്രയെ കൃത്യമായി അവർ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് മാധ്യമങ്ങളെല്ലാം തന്നെ മഹുവ മൊയ്ത്രയെ സമീപിച്ചപ്പോൾ മഹുവ മൊയ്ത്ര ഇതെല്ലാം തന്നെ തള്ളിക്കളയുകയാണ് ചെയ്തേക്കുന്നത്. കൂടാതെ അവർ പറഞ്ഞേക്കുന്നത് ഇത് ഡിസ്ട്രിക്ട് ഓർഗനൈസേഷൻ ലെവലിലുള്ള വെറും റബ്ബിഷാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു അസംബന്ധ നാടകങ്ങളാണ്, അതിനൊരു പ്രാധാന്യവുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പ്രതികരിക്കേണ്ടതില്ല എന്നാണ് മഹുവ മൊയ്ത്ര പറഞ്ഞേക്കുന്നത്. ഇത്തവണ മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും അടക്കമുള്ള ആളുകൾ മഹുവ മൊയ്ത്രയെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ, അഥവാ 5ഓളം വരുന്ന MLA-മാരെ മാറ്റുക എന്നാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ ജില്ലയെ ബാധിക്കുന്ന അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമായി തീരും ഇതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഉന്നതനായിട്ടുള്ള ഒരു നേതാവ് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളിതെല്ലാം തന്നെ വളരെ ഗൗരവത്തിൽ നോക്കിക്കാണുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ നടപടിയെടുക്കുമെന്നാണ്. ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, മഹുവ മൊയ്ത്ര എന്ന് പറയുന്നത് മോദി വിരുദ്ധരുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഉയർന്നു വന്നേക്കുന്ന വലിയൊരു ഫിഗറാണ്. അവരെ നിലനിർത്താൻ തൃണമൂൽ കോൺഗ്രസ് മാക്സിമം ശ്രമിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. പക്ഷേ അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടായാൽ മഹുവ മൊയ്ത്ര ഒരുപക്ഷെ BJPയിലേക്ക് പോയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടി വരില്ല. കാരണം കൃഷ്ണനഗർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള റിസൾട്ടുകൾ കൂടി നമ്മളത് പരിശോധിച്ചാൽ അവിടെ നിന്ന് ജയിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് BJPക്കാണെന്നും BJPക്ക് പലപ്പോഴും അവിടെ കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെ പലപ്പോഴും ഉണ്ടാവാറില്ല എന്നുള്ളതുമൊക്കെ നമുക്ക് കാണാം. കഴിഞ്ഞ തവണ രാജകുടുംബത്തിൽ നിന്നുള്ള അമൃത റോയിയാണ് അവിടെ മത്സരിച്ചത്. മഹുവ മൊയ്ത്രയാണ് ജയിച്ചത്. ജയിച്ചപ്പോൾ കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 56,705 പക്ഷേ കഴിഞ്ഞ തവണ മഹുവ മൊയ്ത്രക്ക് കിട്ടിയത് 6,28,789 വോട്ടുകളാണ് മഹുവ മൊയ്ത്രക്ക് കിട്ടിയത്. അതായത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 2019 14,000 വോട്ടുകൾ കൂടിയിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ കഴിഞ്ഞ തവണ കിട്ടിയിട്ടുള്ള 45% നിന്ന് ഏതാണ്ട് 1% കുറഞ്ഞ് 44% മഹുവ മൊയ്ത്രയുടെ വോട്ട് പെർസെൻറ്റേജ് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിൽ കൂടിയ വോട്ടുകൾ, പോൾ ചെയ്യപ്പെട്ടിട്ടുള്ള വോട്ടുകളുടെ മഹാഭൂരിപക്ഷവും BJPക്ക് തന്നെയാണ് കിട്ടിയത് എന്ന് ചുരുക്കം. BJPക്ക് 2019 5,51,000 വോട്ടുകളാണ് കിട്ടിയതെങ്കിൽ അതിനേക്കാൾ 21,000 വോട്ടുകൾ കൂടിക്കൊണ്ട് 5,72,184 വോട്ടുകളാണ് BJPക്ക് അവിടെ 2024 നേടാൻ കഴിഞ്ഞത്. എന്ന് പറഞ്ഞാൽ 40.3% നിന്ന് ഇത്തവണയും BJPക്ക് 40% അത് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. CPM ആണ് അവിടെ തകർന്നടിഞ്ഞിട്ടുള്ള ഒരു പാർട്ടി. 2019 CPMന് വലിയ തോതിൽ 2019 മുമ്പ് അവിടെ 28% വോട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് കേവലം 8.9% താഴ്ന്നു. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ പോലും TMCക്ക് 2014 മാത്രമാണ് 35% വോട്ടുകൾ അവിടെ കിട്ടിയിട്ടുള്ളത്. 2019 അവിടെ 45% വോട്ടും 2024 44.1% വോട്ടും. എന്ന് പറഞ്ഞാൽ വലിയ കുറവില്ലാതെ ആ മണ്ഡലത്തെ പിടിച്ചു നിർത്തുന്നതിന് നമ്മുടെ കൃഷ്ണനഗറിൽ MP ആയിട്ടുള്ള മഹുവ മൊയ്ത്രക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും കഴിഞ്ഞ ലോക്സഭ എടുത്തു വെച്ച് നോക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പുള്ള 2 നിയമസഭകളിൽ കിട്ടിയ ഭൂരിപക്ഷം കൂടി അവർക്ക് കിട്ടാതിരിക്കുകയും നേരത്തെ തന്നെ ഒരു നിയമസഭയിൽ BJPക്കാണ് ഭൂരിപക്ഷം, അവിടെ MLA BJP ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും അതേ വിജയം തന്നെ നിലനിർത്താൻ BJPക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതേ ഭൂരിപക്ഷം തന്നെ നേടാൻ ആ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റ് 2 മണ്ഡലങ്ങളിൽ കൂടി BJPക്ക് നേട്ടമുണ്ടാക്കാൻ ഈ പറയുന്ന കൃഷ്ണനഗറിലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹുവ മൊയ്ത്രക്കെതിരെ BJPക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇതിൽ 3 മാറ്റിവെച്ചാൽ പോലും അവിടെ ഉണ്ടാക്കിയത് ചെറിയ ഭൂരിപക്ഷമാണ് BJP ഉണ്ടാക്കിയതെങ്കിൽ മറ്റ് 4 നിയമസഭാ മണ്ഡലങ്ങളിലും ഉണ്ടാക്കിയ വലിയ ഭൂരിപക്ഷം കൊണ്ടാണ് മഹുവ മൊയ്ത്ര ഈ പറയുന്ന ലീഡ് നിലനിർത്താൻ കഴിഞ്ഞതും കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഏതാണ്ടൊരു 5,000-6,000 വോട്ടിൻ്റെ മാത്രം കുറവ് ഭൂരിപക്ഷത്തിൽ സംഭവിച്ചതും. അതുകൊണ്ട് തന്നെ മഹുവ മൊയ്ത്രയെ പിണക്കിയാൽ
അവർക്കവിടെ നിലനിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ ഏത് പാർട്ടിയിലേക്കായിരിക്കും പോവുക എന്ന് ചോദിച്ചാൽ കൃഷ്ണനഗറിൽ നിന്ന് ജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പാർട്ടി BJP ആണെന്നുള്ളത് മറന്നുകൂടാ. പക്ഷേ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ മഹുവ മൊയ്ത്രയുടെ രാഷ്ട്രീയം എസ്കലേറ്റ് ചെയ്തിട്ടില്ല. ഇതെല്ലാം പറഞ്ഞത് സാധ്യതകൾ മാത്രമാണ്, വിദൂരമായ സാധ്യതകൾ.